റൈറ്റ് 3 അരിത്തമെറ്റിക് സീക്വൻസസ് വിത്ത് ദ സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ആസ് 70. അതായത് ഫസ്റ്റ് 7 ടേംസിൻ്റെ സമ്മ് 70 ആയിട്ടുള്ള 3 അരിത്തമെറ്റിക് സീക്വൻസുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് 7 ടേംസിൻ്റെ സം എന്ന് പറയുമ്പോൾ x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6 പ്ലസ് x7 അല്ലേ? ഇവയുടെ സം എന്താണ്? 70 ആണ് വേണ്ടത്. ഓക്കെ, x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, x2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം, അങ്ങനെ. ഓക്കെ, അപ്പോൾ 7 എന്ന് പറഞ്ഞാൽ ഓഡാണ് അല്ലേ? അപ്പോൾ അടുത്തടുത്തുള്ള ഓഡ് നമ്പർ ഓഫ് ടേംസിൻ്റെ സം എന്ന് പറയുന്നത് എന്താ? 7 ഇൻറ്റു മിഡിൽ ടേം ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 7 ഇൻറ്റു ഇതിൽ മിഡിൽ ടേം എത്രയാണ്? മിഡിൽ ടേം എന്ന് പറയുന്നത് x4 ആണ് അല്ലേ? സോ 7 ഇൻറ്റു x4 ആണ് ഇവിടെ സം. അതെത്രയാണ്? 70. അപ്പോൾ ഇതിൽ നിന്നും x4 കാണാം, അതായത് ഫോർത്ത് ടേം കാണാം. അതിന് വേണ്ടിയിട്ട് ഈ ഇൻറ്റു 7 ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതിയല്ലോ. അപ്പോൾ ഇൻറ്റു 7 ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 7 ആകും. സോ x4 ഇസ് ഈക്വൽ ടു 70/7. അതെത്രയാണ്? 10 ആണ്. അപ്പോൾ ഫോർത്ത് ടേം 10 ആയിരിക്കണം അല്ലേ? അപ്പോൾ ഈ 3 അരിത്തമെറ്റിക് സീക്വൻസിൻ്റെയും ഫോർത്ത് ടേം എന്താണ്? 10 ആവണം. അപ്പോൾ ആദ്യത്തെ സീക്വൻസസ് എഴുതാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം, സെക്കൻഡ് ടേം കണ്ടുപിടിക്കണം, തേർഡ് ടേം കണ്ടുപിടിക്കണം. പക്ഷേ ഫോർത്ത് ടേം എന്താ? 10 ആണ് വേണ്ടത്. പിന്നെ 5th 6th 7th അല്ലേ? ഇങ്ങനെ ഒരു സീക്വൻസ്. പിന്നെ അടുത്ത സീക്വൻസിലെയും ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം 10 ആവാൻ പാടുള്ളൂ. പിന്നെ 5th ടേം കണ്ടുപിടിക്കണം, 6th ടേം കണ്ടുപിടിക്കണം, 7th ടേം കണ്ടുപിടിക്കണം. അടുത്ത സീക്വൻസിൻ്റെയും ഫസ്റ്റ് ടേം കാണണം, സെക്കൻഡ് ടേം കാണണം, തേർഡ് ടേം കാണണം. പക്ഷേ ഫോർത്ത് ടേം ഇപ്പോഴും 10 ആവുള്ളൂ. പിന്നെ 5th ടേം കാണണം, 6th ടേം കാണണം, 7th ടേം കാണണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സീക്വൻസിൽ നമുക്ക് ഇഷ്ടമുള്ള കോമൺ ഡിഫറൻസ് എടുക്കാം. ഞാൻ 1 ആണ് എടുക്കുന്നത്. അപ്പോൾ 10 കഴിഞ്ഞിട്ടുള്ള ടേം കിട്ടണമെങ്കിൽ എന്താ? 10ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. കോമൺ ഡിഫറൻസ് 1 എടുക്കുകയാണെങ്കിൽ 10ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ എന്താ? 10 + 1 11 ആവും. 11 കഴിഞ്ഞിട്ടുള്ള ടേം കിട്ടണമെങ്കിൽ 11ൻ്റെ കൂടെ ഇവിടെ 10ൻ്റെ കൂടെ 1 ആഡ് ചെയ്തു, അപ്പോൾ 11 കിട്ടി. 11ൻ്റെ കൂടെ 1 ആഡ് ചെയ്തു, അപ്പോൾ എന്ത് കിട്ടും? 12 കിട്ടും. 12ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ അടുത്ത ടേം 13 കിട്ടും. ഇനി 10ന് മുമ്പുള്ള ടേം കിട്ടണമെങ്കിൽ 1 മൈനസ് ചെയ്യുക. ഇപ്പോൾ 10ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 9, 9ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 8, 8ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 7. അപ്പോൾ ഇങ്ങനെ ഒരു സീക്വൻസ്. ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് 7 ടേംസിൻ്റെ സം എന്തായിരിക്കും? 70 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത സീക്വൻസിൽ ഞാൻ കോമൺ ഡിഫറൻസ് 2 ആണ് എടുക്കുന്നത്. അപ്പോൾ 10 കഴിഞ്ഞിട്ടുള്ള ടേം കിട്ടണമെങ്കിൽ 10ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയ 2 ആഡ് ചെയ്യുക. അപ്പോൾ 10 + 2 എന്താ? 12 ആണ്. അപ്പോൾ 12 കഴിഞ്ഞിട്ടുള്ള ടേം കിട്ടണമെങ്കിൽ 12ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുക. 12 + 2 14 ആണ്. ഇനി അടുത്ത ടേം കിട്ടണമെങ്കിൽ 14ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുക. 14 + 2 അതെത്ര? 16. ഓക്കെ, ഇനി 10ന് മുമ്പുള്ള ടേം കിട്ടണമെങ്കിൽ 10ൽ നിന്നും 2 മൈനസ് ചെയ്യുക. മുമ്പുള്ള ടേം കിട്ടണമെങ്കിൽ കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ 10ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 8 ആണ്. അതിന് മുമ്പുള്ള ടേം കിട്ടണമെങ്കിൽ 8ൽ നിന്ന് 2 മൈനസ് ചെയ്യുക, അത് 6 ആണ്. ഇനി 6ന് മുമ്പുള്ള ടേം കിട്ടണമെങ്കിൽ 6ൽ നിന്ന് 2 മൈനസ് ചെയ്യുക, കാരണം നമ്മുടെ അടുത്ത കോമൺ ഡിഫറൻസ് ഈ സീക്വൻസിൽ 2 ആണ്. അപ്പോൾ 6 - 2 എന്താ? 4. ഓക്കെ, അപ്പോൾ ഈ സീക്വൻസിൻ്റെയും ഈ സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് 70 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത സീക്വൻസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമൺ ഡിഫറൻസ് എടുക്കാം. ഞാനിവിടെ കോമൺ ഡിഫറൻസ് 3 ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 10 കഴിഞ്ഞിട്ടുള്ള ടേം കിട്ടുകയാണെങ്കിൽ 10ൻ്റെ കൂടെ 3 ആഡ് ചെയ്യുക. 10 + 3 13 ആണ്. 13 കഴിഞ്ഞിട്ടുള്ള ടേം കിട്ടുകയാണെങ്കിൽ 13ൻ്റെ കൂടെ 3 ആഡ് ചെയ്യുക, അത് 16 ആണ്. 16 കഴിഞ്ഞിട്ടുള്ള ടേം കിട്ടുകയാണെങ്കിൽ 16ൻ്റെ കൂടെ 3 ആഡ് ചെയ്യുക, അത് 19 ആണ്. ഓക്കെ, അതേപോലെ 10ന് മുമ്പുള്ള ടേം കിട്ടുകയാണെങ്കിൽ 10ൽ നിന്നും 3 മൈനസ് ചെയ്യുക, കാരണം കോമൺ ഡിഫറൻസ് നമ്മളിവിടെ 3 ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 10ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 7 ആണ്. ഇനി 7ന് മുമ്പുള്ള ടേം കിട്ടുകയാണെങ്കിൽ 7ൽ നിന്ന് 3 മൈനസ് ചെയ്യുക. 7 - 3 4 ആണ്. ഇനി 4ന് മുമ്പുള്ള ടേം കിട്ടുകയാണെങ്കിൽ 4ൽ നിന്ന് 3 മൈനസ് ചെയ്യുക. 4 - 3 1 ആണ് അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് സീക്വൻസുകൾ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമൺ ഡിഫറൻസ് എടുക്കാം. ഏത് സീക്വൻസ് എടുത്താലും ഈ ഫസ്റ്റ് 7 ടേംസിൻ്റെ സം എന്തായിരിക്കും? 70 ആയിരിക്കും. The sum of first 3 terms of an arithmetic sequence is 30. The sum of first 7 terms is 140. What is second term of the sequence? അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് 30 ആണ്. ഫസ്റ്റ് 3 ടേംസ് എന്ന് പറഞ്ഞാൽ x1
പ്ലസ് x2 പ്ലസ് x3 ആണ് അല്ലേ ഫസ്റ്റ് 3 ടേംസ്. ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം പ്ലസ് തേർഡ് ടേം. അവിടെ സം എന്താണ് 30. പക്ഷേ ഇത് എത്ര ടേംസ് ഉണ്ട്? 3 ടേംസ് ആണ്. 3 ഒരു ഓഡ് നമ്പർ ആണ്. അപ്പോൾ ഓഡ് നമ്പർ ഓഫ് ടേംസിൻ്റെ സം എന്ന് പറഞ്ഞാൽ 3 അല്ലേ. അപ്പോൾ 3 ഇൻറ്റു മിഡിൽ ടേം, ഇതിൽ മിഡിൽ ടേം x2 അല്ലേ, അപ്പോൾ 3 ഇൻറ്റു x2 ആണ് ഇസിക്വൽ ടു 30. അപ്പോൾ ഇതിൽ നിന്ന് x2 കാണാം, സെക്കൻഡ് ടേം കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 3 എവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ, അപ്പോൾ ഇൻറ്റു 3 ഇൻറ്റുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 3 ആകും. സോ x2 ഇസിക്വൽ ടു 30/3. 30/3 എത്രയാണ്? 10 ആണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ടേം എന്താണ്? 10 ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫോർത്ത് ടേം ഓഫ് ദി സീക്വൻസ്? ഈ സീക്വൻസിൻ്റെ ഫോർത്ത് ടേം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് 140 ആണ്. ഫസ്റ്റ് 7 ടേംസിൻ്റെ സം എന്ന് പറയുമ്പോൾ x1 പ്ലസ്, അതായത് ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം x2 പ്ലസ് തേർഡ് ടേം x3 പ്ലസ് ഫോർത്ത് ടേം x4 പ്ലസ് ഫിഫ്ത്ത് ടേം x5 പ്ലസ് സിക്സ്ത് ടേം x6 പ്ലസ് സെവൻത്ത് ടേം x7 അല്ലേ. ഇവരുടെ സം എത്രയാണ്? 140 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 7 ടേംസ് ആണ്. 7 ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ അടുത്തടുത്തുള്ള 7 ഓഡ് നമ്പർ ഓഫ് ടേംസിൻ്റെ സം എന്ന് പറയുന്നത് എന്താ? 7 ഇൻറ്റു മിഡിൽ ടേം. അപ്പോൾ ഇതിൽ മിഡിൽ ടേം എന്താണ്? മിഡിലുള്ള ടേം x4 ആണ് അല്ലേ. അപ്പോൾ 7 ഇൻറ്റു x4 ആണ് ഇത്. അതെത്രയാണ്? 140 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് x4 കാണാം. അതിന് വേണ്ടിയിട്ട് 7 ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ, അപ്പോൾ ഇൻറ്റു 7 ഈക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 7 ആകും. സോ x4 ഇസിക്വൽ ടു 140/7. അതെത്രയാണ്? 20 ആണ്. ഓക്കെ, അപ്പോൾ ഫോർത്ത് ടേം എത്രയാണ്? 20. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്? ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് 3 ടേംസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ്. നമുക്ക് 2 ടേംസ് അറിയാം, x2ഉം x4ഉം അല്ലേ. സെക്കൻഡ് ടേമും ഫോർത്ത് ടേമും നമ്മൾ ഓൾറെഡി കണ്ടു. അപ്പോൾ ഈ 2 ടേംസും വെച്ചിട്ട് നമുക്ക് കോമൺ ഡിഫറൻസ് കാണാം. അപ്പോൾ x2ൻ്റെയും x4ൻ്റെയും ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? x4 മൈനസ് x2 ബൈ പൊസിഷൻ ഡിഫറൻസോ? x4ൻ്റെ പൊസിഷൻ 4ഉം x2ൻ്റെ പൊസിഷൻ 2 ആണ്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് 4 മൈനസ് 2, ദാറ്റ് ഈസ് x4 എന്താണ്? 20 ആണ്. മൈനസ് x2 എത്രയാണ്? സെക്കൻഡ് ടേം അത് 10 ആണ്. ബൈ 4 മൈനസ് 2 അത് 2 ആണല്ലേ. ഇസ് ഈക്വൽ ടു 20 മൈനസ് 10 10 ആണ്. സോ 10/2 അത് എത്രയാണ്? 5. അപ്പോൾ കോമൺ ഡിഫറൻസ് 5 ആണെന്ന് കണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് 3 ടേംസ് കാണാമല്ലോ. ഓക്കെ, സീക്വൻസിൻ്റെ ഫസ്റ്റ് 3 ടേംസ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഓൾറെഡി x2 കണ്ടു, സെക്കൻഡ് ടേം 10 ആണെന്ന് കണ്ട് അല്ലേ. സെക്കൻഡ് ടേം 10 ആണ്. അപ്പോൾ അതിന് മുമ്പുള്ള ഫസ്റ്റ് ടേം കാണണം, അത് കഴിഞ്ഞിട്ടുള്ള തേർഡ് ടേമും കാണണം. അപ്പോൾ ഫസ്റ്റ് 3 ടേമായി. കോമൺ ഡിഫറൻസ് 5 അല്ലേ. അപ്പോൾ 10 കഴിഞ്ഞിട്ടുള്ള ടേം ഇട്ടാണെങ്കിൽ 10ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയി 5 ആഡ് ചെയ്യുക. അത് എത്രയാണ്? 10 + 5 15 ആണ്. ഓക്കെ, ഇനി 10ന് മുമ്പുള്ള ടേം ഇട്ടാണെങ്കിൽ 10ൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുക, അതായത് -5 ചെയ്യുക. 10 - 5 എന്താ? 5. അപ്പോൾ ഫസ്റ്റ് 3 ടേം എന്താണ്? 5 10 15 ആണ്. ഓക്കെ, the sum of first 5 terms of an arithmetic sequence is 150 and the sum of first 10 terms is 550. What is the third term of this sequence? അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് എത്രയാണ്? 150 ആണ് അല്ലേ. ഫസ്റ്റ് 5 ടേംസിൻ്റെ സം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം പ്ലസ് തേർഡ് ടേം പ്ലസ് ഫോർത്ത് ടേം പ്ലസ് ഫിഫ്ത്ത് ടേം അത് അല്ലേ. അതായത് x1 ആണ് ഫസ്റ്റ് ടേം പ്ലസ് x2 ആണ് സെക്കൻഡ് ടേം പ്ലസ് x3 ആണ് തേർഡ് ടേം പ്ലസ് x4 ആണ് ഫോർത്ത് ടേം പ്ലസ് x5 ഇതാണ് ഫിഫ്ത്ത് ടേം അല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ സം എത്രയാണ്? 150 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് 5 ടേംസ് ആണ് അല്ലേ. 1 2 3 4 5 ടേംസ് ഉണ്ട്. അപ്പോൾ ഓഡാണ്, 5 ഒരു ഓഡ് നമ്പറാണ്. പിന്നെ ഇവ അടുത്തടുത്തുള്ള ടേംസുമാണ്. അപ്പോൾ അടുത്തടുത്തുള്ള 5 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 5 ഇൻറ്റു മിഡിൽ ടേം ആണ്. അപ്പോൾ ഇതിൽ മിഡിൽ ടേം x3 ആണല്ലോ. അപ്പോൾ 5 ഇൻറ്റു x3 ആണ് എന്ത്? 150 എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് x3 കാണാം, അതായത് തേർഡ് ടേം കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 5നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ.
അപ്പോൾ ഇൻറ്റു 5നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 5 ആകും. സോ x3 ഈക്വൽ ടു 150/5. അത് എത്രയാണ്? 30. ഓക്കെ, അപ്പോൾ തേർഡ് ടേം എത്രയാണ്? 30. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ 8th ടേം ഓഫ് ദി സീക്വൻസ്? ഈ സീക്വൻസിൻ്റെ 8th ടേം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് എത്രയാണ്? 550 ആണ് തന്നിട്ടുണ്ട് അല്ലേ. അതായത് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6 പ്ലസ് x7 പ്ലസ് x8 പ്ലസ് x9 പ്ലസ് x10. ഇതാണ് ഫസ്റ്റ് 10 ടേംസിൻ്റെ സംഭവം അല്ലേ. അതെത്രയാണ്? 550 ആണെന്ന് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഓൾറെഡി കണ്ട് ഈ ഫസ്റ്റ് 5 ടേംസിൻ്റെ സമ്മ് 150 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അതായത് x1 മുതൽ x5 വരെയുള്ള സമ്മ് എത്രയാണ്? 150 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം 150 എന്ന് കൊടുക്കാം. സോ 150 പ്ലസ് x6 പ്ലസ് x7 പ്ലസ് x8 പ്ലസ് x9 പ്ലസ് x10 എന്നാണ് 550 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും x6 മുതൽ x10 വരെയുള്ള സമ്മ് കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 150 ഇവിടെ ആഡ് ചെയ്തേക്കില്ലേ. അപ്പോൾ പ്ലസ് 150യെ കിൽറ്റിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ മൈനസ് 150 ആവും. സോ x6 പ്ലസ് x7 പ്ലസ് x8 പ്ലസ് x9 പ്ലസ് x10 എന്ന് പറയുന്നത് എന്താണ്? 550 മൈനസ് 150. $550 മൈനസ് 150 എത്രയാണ്? 400 ആണല്ലേ. പക്ഷേ x6 മുതൽ x10 x6 x7 x8 x9 x10 എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള ടേംസ് ആണ്. ഇത് എത്ര ടേംസ് ഉണ്ട്? 1 2 3 4 5 ടേംസ് ഉണ്ട്. 5 ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ അടുത്തടുത്തുള്ള 5 ഓഡ് നമ്പർ ഓഫ് ടേംസിൻ്റെ സം എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു മിഡിൽ ടേം ആണ്. അപ്പോൾ 5 ഇൻറ്റു ഇതിലെ മിഡിൽ ടേം എന്താണ്? x6 x7 x8 x9 x10 എന്നിവയിൽ മിഡിൽ ടേം x8 ആണ് അല്ലേ. അപ്പോൾ 5 ഇൻറ്റു x8 ആണ് എന്ത്? ഈ 400 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് x8 കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 5നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 5നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 5 ആകും. സോ x8 ഈസ് ഈക്വൽ ടു 400/5. 400/5 എത്രയാണ്? 80 ആണ്. ഓക്കെ, അപ്പോൾ 8th ടേം എന്ന് പറയുന്നത് എന്താണ്? 80 ആണ്. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിലെ ഫസ്റ്റ് 3 ടേംസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് 3 ടേംസ് കാണണമെങ്കിൽ നമ്മൾ ആദ്യം കോമൺ ഡിഫറൻസ് കാണാം. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണല്ലേ. നമുക്ക് കിട്ടിയിട്ടുള്ളത് x3യും x8ഉം ആണ് അല്ലേ. തേർഡ് ടേമും 8th ടേമും ആണ്. അപ്പോൾ അവയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ? x8 മൈനസ് x3 ബൈ പൊസിഷൻ ഡിഫറൻസ് ഓഫ് x8ൻ്റെ പൊസിഷൻ 8ഉം x3യുടെ പൊസിഷൻ 3ഉം ആണ്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് 8 മൈനസ് 3, ദാറ്റ് ഈസ് x8 എത്ര? 80 ആണ്. മൈനസ് x3 എത്ര? 30 ആണ്. ബൈ 8 മൈനസ് 3, ദാറ്റ് ഈസ് 80 മൈനസ് 30 50 ആണ്. സോ 50 ബൈ 8 മൈനസ് 3 5. 50/5 എത്ര? 10. അപ്പോൾ കോമൺ ഡിഫറൻസ് 10 എന്ന് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് 3 ടേംസ് കാണണം. അതായത് സീക്വൻസിൻ്റെ ഫസ്റ്റ് 3 ടേം. അപ്പോൾ ഇതിൽ തേർഡ് ടേം നമുക്കറിയാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം കാണണം, സെക്കൻഡ് ടേം കാണണം, തേർഡ് ടേം x3 കിട്ടിയിട്ടുണ്ട്. അത് 30 ആണ്, ഓൾറെഡി അറിയാം അല്ലേ. അപ്പോൾ 30ക്ക് മുമ്പുള്ള ടേം കിട്ടണമെങ്കിൽ 30യിൽ നിന്നും കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുക. കോമൺ ഡിഫറൻസ് 10 അല്ലേ. 30 മൈനസ് 10 അത് എത്രയാണ്? 20. ഇനി 20ക്ക് മുമ്പുള്ള ടേം കിട്ടണമെങ്കിൽ 20യിൽ നിന്നും കോമൺ ഡിഫറൻസ് ആയ 10 മൈനസ് ചെയ്യുക. 20 മൈനസ് 10 എത്രയാണ്? 10. അപ്പോൾ ഫസ്റ്റ് 3 ടേംസ് എന്താണ്? 10 20 30 എക്സെട്ര. ഓക്കെ, sum of the 11th and 21st term of an arithmetic sequence is 80. What is the 16th term? അതായത് 11th ടേമിൻ്റെയും 21st ടേമിൻ്റെയും സമ്മ് 80 ആണ്. അങ്ങനെയാണെങ്കിൽ 16th ടേം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 11th ടേം മുതൽ 21st ടേം വരെ എഴുതി നോക്കാം. അതായത് x11, x12, x13, x14, x15, x16, x17, x18, x19, x20, x21. ഇതാണ് 11 മുതൽ 21st ടേംസ് അല്ലേ. അപ്പോൾ ഈ x11ൻ്റെയും x21ൻ്റെയും സമ്മാണ് എന്ത് 80 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെ മിഡിൽ ടേം എന്ന് പറയുന്നത് എന്താണ്? മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ x11ഉം x21ഉം പിന്നെ x12ഉം x20ഉം പിന്നെ x13ഉം x19ഉം പിന്നെ x14ഉം x18ഉം പിന്നെ x15ഉം x17. അപ്പോൾ മിഡിൽ ടേം x16 ആണ് അല്ലേ. അപ്പോൾ ഈ x11ൻ്റെയും x21ൻ്റെയും മിഡിലുള്ള ടേമാണ് എന്ത്? x16, 16th ടേം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ x11 പ്ലസ് x21 എന്ന് പറയുന്നത് എന്താണ്? മിഡിൽ ടേമിൻ്റെ ഡബിൾ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 × x16 ആണ് അല്ലേ. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ 2 ടേംസിൻ്റെ സം എന്ന് പറയുന്ന മിഡിലുള്ള ടേമിൻ്റെ ഡബിൾ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ x11 പ്ലസ് x21 എന്താ 80 ആണ് തന്നിട്ടുണ്ട് അല്ലേ. 11th ടേമിൻ്റെയും 21st ടേമിൻ്റെയും സം 80 ആണ് തന്നിട്ടുണ്ട്. സോ 80 ഈസ് ഈക്വൽ ടു 2 × x16. അപ്പോൾ ഇതിൽ നിന്ന് x16 കാണാം. അതിന് വേണ്ടിയിട്ട് 2നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 2നെ ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 2 ആകും. സോ 80/2 ഈസ് ഈക്വൽ ടു x16. ഓക്കെ, അപ്പോൾ 80/2 40 അല്ലേ. അപ്പോൾ 40 ഈസ് ഈക്വൽ ടു x16. ഓക്കെ, അപ്പോൾ 16th ടേം എത്രയാണ്? 40 ആണ്. ഓക്കെ, the angles of a pentagon are in arithmetic sequence. First question, if the angles are written according to their magnitude, what would be the third angle? അതായത് ഒരു പെൻറ്റഗണിൻ്റെ ആംഗിൾസ് അരിത്തമെറ്റിക് സീക്വൻസിലാണെങ്കിൽ അതിൻ്റെ തേർഡ് ആംഗിൾ എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ 5 സൈഡ്സ് ഉള്ള പോളിഗണാണ് അല്ലേ. അപ്പോൾ അതിന് 5 ആംഗിൾസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇവയുടെ സമ്മ് എത്രയായിരിക്കും? ഈ 5 ആംഗിൾസിൻ്റെയും സമ്മ്. അപ്പോൾ ഫസ്റ്റ് ആംഗിൾ x1, സെക്കൻഡ് ആംഗിൾ x2 അങ്ങനെ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ 5 ടേംസ് ആണ് ഉണ്ടാവുക. അപ്പോൾ x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 അല്ലേ, 5 ആംഗിൾസ് ആണ് ഉണ്ടാവുക. അപ്പോൾ അവയുടെ സം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? നമുക്കറിയാം ഒരു പെൻറ്റഗണിൻ്റെ സം ഓഫ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ n-2 × 180 ഡിഗ്രിയാണ് അല്ലേ. n-2 × 180 ഡിഗ്രിയാണ്. വേറെ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ്. പെൻറ്റഗണിന് 5 സൈഡ്സ് അല്ലേ. അപ്പോൾ 5 - 2 × 180 ഡിഗ്രി. 5 - 2 3 അല്ലേ. അപ്പോൾ 3 × 180 ഡിഗ്രി അതെത്രയാണ്? 540 ആണ് അല്ലേ. അപ്പോൾ 540 ഡിഗ്രിയാണ് എന്ത്? x1 പ്ലസ് x2 പ്ലസ് ഈ ഫസ്റ്റ് 5 ടേംസിൻ്റെ സമ്മ് അല്ലേ. അപ്പോൾ 5 ഒരു ഓഡ് നമ്പറാണ്. 1, 2, 3, 4 ഒക്കെ അടുത്തടുത്തുള്ള ടേംസ് ആണ് അല്ലേ. അപ്പോൾ അടുത്തടുത്തുള്ള 5 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 5 × മിഡിൽ ടേം. മിഡിൽ ടേം x3 അല്ലേ. അപ്പോൾ 5 × x3 ആണ് എന്ത്? ഈ സം എന്ന് പറഞ്ഞാൽ അത് 540 ഡിഗ്രി ആണെന്ന് കിട്ടി. ഈക്വൽ ടു 540 ഡിഗ്രി. അപ്പോൾ ഇതിൽ നിന്നും x3 കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 5നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 5നെ ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 5 ആകും. സോ x3 ഈക്വൽ ടു 540/5. അതെത്രയാണ്? 108 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ x3 എന്ന് പറഞ്ഞാൽ 108 ഡിഗ്രിയാണ്. അപ്പോൾ തേർഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ x3, അതായത് തേർഡ് ടേമാണ് തേർഡ് ആംഗിൾ. അത് എത്രയാണ്? 108 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് ദ സ്മോളസ്റ്റ് ആംഗിൾ ഈസ് 40 ഡിഗ്രി വാട്ട് ആർ ദ അതർ ആംഗിൾ? ഏറ്റവും ചെറിയ ആംഗിൾ 40 ഡിഗ്രി ആണെങ്കിൽ ബാക്കിയുള്ള ആംഗിൾസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്മോളസ്റ്റ് ആംഗിൾ ആണല്ലോ ഫസ്റ്റ് ആംഗിൾ അല്ലേ. അതായത് x1 ആണ് ഫസ്റ്റ് ആംഗിൾ. പിന്നെ കോമൺ ഡിഫറൻസ് ഇങ്ങനെ ആഡ് ചെയ്ത് പോകുമ്പോൾ അതിനേക്കാൾ വലിയ ആംഗിൾസേ വരുള്ളൂ ബാക്കിയുള്ള ആംഗിൾസൊക്കെ അല്ലേ, ബാക്കിയുള്ള ടേംസൊക്കെ. അപ്പോൾ സ്മോളസ്റ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം അത് 40 ഡിഗ്രിയാണ്. അപ്പോൾ x1 ഈസ് ഈക്വൽ ടു എന്താണ്? 40 ഡിഗ്രിയാണ്.
പിന്നെ x3 നമുക്ക് ഓൾറെഡി കിട്ടി, തേർഡ് ടേം. അത് എത്രയാണ്? തേർഡ് അല്ലെങ്കിൽ തേർഡ് ആംഗിൾ അത് എത്രയാണ്? 108 ആണ്. x3 = 108. ഇത് വെച്ചിട്ട് നമുക്ക് കോമൺ ഡിഫറൻസ് കാണാം. അപ്പോൾ ഈ x1 x3 അടുത്തടുത്തുള്ള ടേംസ് അല്ലാത്തതുകൊണ്ട് കോമൺ ഡിഫറൻസ് എങ്ങനെ കാണാം? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന ഇക്വേഷൻ വെച്ചിട്ട് കാണാം. ഓക്കെ, അപ്പോൾ x1ൻ്റെയും x3യുടെയും ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ x3 - x1 ബൈ പൊസിഷൻ ഡിഫറൻസോ x3യുടെ പൊസിഷൻ 3യും x1ൻ്റെ പൊസിഷൻ 1 ആണ്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് 3 - 1, ദാറ്റ് ഈസ് x3 എത്ര? 108 അല്ലേ? സോ 108 ഡിഗ്രി മൈനസ് x1 40 ഡിഗ്രിയാണ്. 40 ഡിഗ്രി ബൈ 3 - 1. അപ്പോൾ 108 - 40 എത്രയാണ്? 68 ആണ് അല്ലേ? സോ 68 ഡിഗ്രി ബൈ 3 - 1 2. 68 ഡിഗ്രി ബൈ 2 അത് എത്രയാണ്? 34 ഡിഗ്രിയാണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് 34 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ആംഗിൾസ് കാണാമല്ലോ അല്ലേ? അതർ ആംഗിൾസ് ഏതാ? ഫസ്റ്റ് ആംഗിൾ ഏറ്റവും ചെറുത്, അത് 40 ഡിഗ്രിയാണ്. സെക്കൻഡ് ആംഗിൾ എന്താണ്? എല്ലാം അരിത്തമെറ്റിക് സീക്വൻസിലാണല്ലോ, അത് കണ്ടുപിടിക്കണം. തേർഡ് ആംഗിൾ നമുക്ക് കിട്ടി 108 ഡിഗ്രിയാണ്. ഫോർത്ത് ആംഗിൾ കണ്ടുപിടിക്കണം. ഫിഫ്ത്ത് ആംഗിൾ 5 ആംഗിൾസേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 40 ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ടേം കിട്ടണമെങ്കിൽ ആംഗിൾ കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയ 34 ഡിഗ്രി ആഡ് ചെയ്യാം, പ്ലസ് 34 ഡിഗ്രി. അപ്പോൾ 40 + 34 എത്ര? 74 ആണല്ലേ? അപ്പോൾ 74 ഡിഗ്രി. ഇനി 108 കഴിഞ്ഞിട്ടുള്ള ആംഗിൾ കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയ 34 ഡിഗ്രി ആഡ് ചെയ്യാം. ഓക്കെ, 108 + 34 ഡിഗ്രി എത്രയാണ്? 142 ആണ് അല്ലേ? സോ 142 ഡിഗ്രിയാണ്. അത് കഴിഞ്ഞിട്ടുള്ള ആംഗിൾ കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയ 34 ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 142 + 34 എത്രയാണ്? 176 ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ആംഗിൾസ്. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ. ക്യാൻ ദ സ്മോളസ്റ്റ് ആംഗിൾ ബി 36 ഡിഗ്രി? ഏറ്റവും ചെറിയ ആംഗിൾ 36 ഡിഗ്രി ആയിരിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഫസ്റ്റ് ടേം, അതായത് x1 = 36 ഡിഗ്രി ആണെങ്കിൽ x3 നമുക്കറിയാം തേർഡ് ആംഗിൾ എപ്പോഴും എന്താവുള്ളൂ? 108 ആവുള്ളൂ. കാരണം 5 ടേംസിൻ്റെ സം എന്ന് പറയുന്ന 5 × മിഡിൽ ടേം ആണ്. അത് x3 എപ്പോഴും 108 ഡിഗ്രി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി ടേംസ് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള ടേംസ് തന്നിട്ടില്ല, x1 x3യും അടുത്തടുത്തുള്ള ടേംസ് അല്ല. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ്. അത് വെച്ചിട്ട് കോമൺ ഡിഫറൻസ് കാണാം. അപ്പോൾ x1ൻ്റെയും x3യുടെയും കോമൺ ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ x3 - x1 ബൈ പൊസിഷൻ ഡിഫറൻസോ x3യുടെ പൊസിഷൻ 3യും x1ൻ്റെ പൊസിഷൻ 1 ആണ്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് 3 - 1. x3 108 ആണ്, മൈനസ് x1 36 ഡിഗ്രിയാണ് ബൈ 3 - 1. അപ്പോൾ 108 - 36 എത്രയാണ്? 72 ആണല്ലേ? അപ്പോൾ 72 ഡിഗ്രി ബൈ 3 - 1 2. 72 ബൈ 2 എത്രയാണ്? 36 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് 36 ഡിഗ്രിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതർ ആംഗിൾസ് എന്ത് വരും? അതർ ആംഗിൾസ് ഫസ്റ്റ് ആംഗിൾ 36 ഡിഗ്രി അല്ലേ ആണ്. സെക്കൻഡ് ആംഗിൾ കണ്ടുപിടിക്കണം. തേർഡ് ആംഗിൾ നമുക്ക് കിട്ടി 108 ഡിഗ്രിയാണ് x3. പിന്നെ ഫോർത്ത് ആംഗിൾ കാണണം, ഫിഫ്ത്ത് ആംഗിൾ കാണണം. ഓക്കെ, അപ്പോൾ 36 കഴിഞ്ഞിട്ടുള്ള ആംഗിൾ കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയ 36 ആഡ് ചെയ്യുക. 36 ആണല്ലോ കോമൺ ഡിഫറൻസ്. അത് എത്ര വരും? 72 ഡിഗ്രി വരും. ഓക്കെ, ഇനി 108 കഴിഞ്ഞിട്ടുള്ള ആംഗിൾ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയ 36 ഡിഗ്രി ആഡ് ചെയ്യുക. അതെത്ര? 108 + 36 144 ആണല്ലേ? അപ്പം 144 ഡിഗ്രി വരും. അത് കഴിഞ്ഞിട്ടുള്ള ആംഗിൾ കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയ 36 ഡിഗ്രി ആഡ് ചെയ്യുക. അപ്പോൾ 144 + 36 എത്രയാണ്? 180 ആണല്ലേ? 180 ഡിഗ്രി
ഓക്കെ. പക്ഷേ ഈ ലാസ്റ്റ് വന്ന ആംഗിൾ 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈനിലുള്ള ആംഗിളാണ് 180 ഡിഗ്രി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് പെൻറ്റഗണിൻ്റെ ഒരു ആംഗിൾ ആവില്ല അല്ലേ. ഇത് രണ്ട് സൈഡ്സ് തമ്മിലുള്ള ആംഗിൾ ആവില്ല, ഇത് സ്ട്രെയിറ്റ് ലൈനിലുള്ള ആംഗിളാണ്. അപ്പോൾ 180 ഡിഗ്രി ഈസ് നോട്ട് പോസിബിൾ ഫോർ ആംഗിൾസ് ഓഫ് പെൻറ്റഗൺ. സോ ഫസ്റ്റ് ടേം നമ്മൾ 36 ഡിഗ്രി എടുത്തോണ്ടല്ലേ ഇതൊക്കെ എങ്ങനെയായത്, ഫസ്റ്റ് ആംഗിൾ സ്മോളസ്റ്റ് ആംഗിൾ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, സ്മോളസ്റ്റ് ആംഗിൾ വിൽ നോട്ട് ബി 36 ഡിഗ്രി. ഓക്കെ.